കറിവേപ്പില രാവിലെ ബാലേട്ടനാണ് കൊണ്ടുവരിക. ഇവിടുത്തെ തൊടിയിൽ കുറേശ്ശൊക്കെ എന്നുള്ളതാണല്ലോ. പക്ഷേ ഇവിടെ അപ്പുറത്തെ ഏട്ടൻ്റെ അവിടെയും പിന്നെ നമ്മുടെ തൊട്ടടുത്ത് ഉള്ളാട്ടിൽ പറഞ്ഞ വീടുണ്ട്, അവിടെയുണ്ട്. ബാലേട്ടൻ രാവിലെ ഒരു റൗണ്ട് അടിച്ച് വരുമ്പോഴാണ് കറിവേപ്പിലയുടെ വരവ്. വിഷമടിക്കാത്ത അടിപൊളി കറിവേപ്പിലയാണ്. വിഷമടിക്കാത്ത പറഞ്ഞാൽ കറിവേപ്പിലയുടെ മുകളിൽ എന്തൊക്കെയോ തളിക്കുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യമാണോ നുണയാണോ എന്ന് അറിയില്ല കേട്ടോ. നല്ല വാസനയുണ്ട്. 2-3 തരമുണ്ട് കറിവേപ്പില. നമസ്കാരം. നല്ലൊരു അടുക്കളയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, ബാലേട്ടനാണ് ഇവിടെ കരുവേപ്പില കൊണ്ടുവരുന്ന ആൾ. ഇടയ്ക്ക് ഉപ്പേരി വെച്ചോളൂ എന്നൊക്കെ കൊണ്ടാ, ഇന്നത്തെ ഉപ്പേരി ഇതാവട്ടെ എന്നൊക്കെ കൊണ്ടാണ് ബാലേട്ടൻ കൊണ്ടുവരിക. അത് നമ്മുടെ അവിടെ പണ്ട് വലിയൊരു കരുവേപ്പിൻ്റെ മരം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇവിടെ തൊടിയിൽ മരമൊക്കെ വെട്ടുന്ന സമയത്ത് അത് പോയി. പിന്നെ അതിൻ്റെ ഇങ്ങനെ കുട്ടികൾ പറയുണ്ടാവേണ്ട തൊടിയിൽ കരുവേപ്പിലേക്ക് ഉണ്ട്. പക്ഷേ ബാലേട്ടുള്ളപ്പോൾ എനിക്ക് കരുവേപ്പിൻ്റെ തേടിയിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യമേ വരാറില്ല. അപ്പോൾ കൊണ്ടുവരുമ്പോൾ കുറേ കൊണ്ടുവരും. ചില കാലത്ത് ഈ കരുവേപ്പിൻ്റെ നല്ല തളിരാവും, ചില കാലത്ത് അതിൻ്റെ മുകളിൽ നിറയെ പുഴുക്കേടുണ്ടാവും, ഇങ്ങനെ ചുരുണ്ട് കിടതാവും. ചില കാലത്ത് അതിങ്ങനെ വിട്ട് അതായത് പുഴു തിന്നിട്ട് കേട്ടോ. കരുവേപ്പിലി പുഴു തിന്നുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട് കരുവേപ്പില നല്ല വിഷമടിക്കും എന്നൊക്കെ. അത് സത്യമാണോ നുണയാണോ എന്നറിയില്ല. എന്തൊക്കെയോ ഫ്രഷ് ആയിട്ടിരിക്കാൻ ഇങ്ങനത്തെ ഇലകളിലൊക്കെ എന്തൊക്കെയോ മുക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും എന്ത് പച്ചക്കറിയായാലും കരുവേപ്പിലയിലും മല്ലിയിലയിലും ഒക്കെ ഇലകളും പച്ചക്കറികളും ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ നല്ലോണം കഴുകണം. എന്നിട്ട് വേണം യൂസ് ചെയ്യാൻ. വെള്ളത്തിൽ ഇട്ട് വെച്ചാലും തിരക്കടൊന്നുമില്ല. ഒരു 2 മണിക്കൂർ ഉപ്പൊക്കെ ഇട്ട് വെച്ചാൽ അപ്പോൾ അതിൻ്റെ ലൈഫ് കുറയുന്നേ ഉള്ളൂ. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഉപ്പൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ എന്തൊക്കെയോ നടക്കണില്ലേ, രാസപ്രവർത്തനങ്ങൾ. അപ്പോൾ പ്രശ്നം ഉണ്ടാവുന്നേ ഉള്ളൂ. എന്നാലും സാരമില്ല. എന്താ പറയുക, ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. തക്കാളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാം. അപ്പോൾ പിന്നെ അതേമാതിരി കരുവേപ്പിലയുടെ വേറൊരു പ്രത്യേകതയാണ്, ചില കരുവേപ്പിലയ്ക്ക് ഭയങ്കര വാസന ഉണ്ടാവും, ചിലത് സ്മെല്ലേ ഉണ്ടാവില്ല. എത്ര തിരുമ്പിയിട്ടാലും പോലും സ്മെല്ലില്ലാത്ത കരുവേപ്പില വാങ്ങണ സമയത്ത് ചിലപ്പോൾ ഒക്കെ ദുരുമ്പ് കളിച്ച് വാങ്ങാറുണ്ട് കേട്ടോ. വേറെ കാര്യം, ഇത്രയും തൊടിയിലുണ്ടായിട്ടും ബാലേട്ട് അങ്ങനെ കുടന്നു നിന്നിട്ടും ചിലപ്പോൾ പെട്ടെന്ന് ആവശ്യം വന്നാൽ ഭരണ വഴിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അയ്യോ ഒന്നിങ്ങനെ സാധനം വെക്കാണ്ടല്ലോ ഇപ്പം വാങ്ങാറുണ്ട്. അതൊക്കെ അഹങ്കാരമാണ് എൻ്റെ. അപ്പോൾ ഇത് അത്യാവശ്യം മൂത്ത ഇല, ഇങ്ങനത്തെ ഒരു ഇലയാണ് ഇതിന് വേണ്ടത്. അത് ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തത്. നല്ല തളിരും വേണ്ട, മൂത്ത് മറിച്ചതും വേണ്ട. അത് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഇലയാണ്. അപ്പോൾ തളിരിലയ എന്താ വെച്ചാൽ നമുക്ക് ഒന്നും ഇല്ലാതെയാവും പൊടിച്ചു വരുമ്പോൾ. പിന്നെ ഈ സാധനം തളിരിലയുടെ ഇട്ടാൽ നല്ലതാണ്. കമ്പ് ഇങ്ങനത്തെ കമ്പ് നമ്മൾ ഇത്തിരി മൂത്തേൻ്റെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കടിക്കാൻ ഞാൻ എന്നാലും കുറേശ്ശൊക്കെ ഇടയിൽ ഇടാറുണ്ട്. തലപ്പൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇടും. ഓക്കെ. അപ്പോൾ ഇനി ഇത് നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് വറുക്കലാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇങ്ങനത്തെ ഇപ്പോൾ കറിവേപ്പില അല്ലെങ്കിൽ കഞ്ഞിക്കൂർക്കല, പിന്നെ ഇങ്ങനത്തെ നമ്മൾ ഇലക്കറികൾ തിന്നുന്നത്, തവിഴാമ, ആയുർവേദത്തിൽ യൂസ് ചെയ്യുന്ന കുറേ ഇലകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പല നമ്മുടെ ശരീരത്തിലെ ഇപ്പോൾ ക്രിയാറ്റിനെ കൂട്ടുന്ന ഇലകളുണ്ട് അത്ര കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങനത്തെ പ്രശ്നങ്ങൾ, കിഡ്നി പ്രശ്നങ്ങളുള്ളവർ, അല്ലെങ്കിൽ എന്താ ഹീമോഗ്ലോബിൻ കരുവേപ്പില കഴിച്ചാൽ കൂടെ കേട്ടോ ചെയ്യുക. ബ്ലഡ് ധാരാളം ഉണ്ടാവുകയെ മുടി ഉണ്ടാവും എന്നൊക്കെ പറയും. മുടി ഉണ്ടാവണമെങ്കിൽ 10 വിരൽ തന്നെ തലയിൽ ചെല്ലണം കേട്ടോ. അത് വേറെ കാര്യം. മുടി ഉണ്ടാവണമെങ്കിൽ കരുവേപ്പില മാത്രം തിന്നുകൊണ്ട് മാത്രമായില്ല. നമ്മൾ എന്താ പറയുക, എണ്ണ തേച്ചിട്ട് ആ എണ്ണ തേച്ചു എന്നിട്ട് എൻ്റെ മുടി വളർന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല. മുടി വളരണമെന്നുണ്ടെങ്കിൽ മുടിയുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ മസാജിങ്ങാണ് 10 വിരൽ. അപ്പോൾ ഏതൊക്കെയോ ചിലത് നമ്മുടെ ശരീരത്തിലെ ചില പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ ഹാർട്ടിനാവാം, അല്ലെങ്കിൽ എനിക്കറിയില്ല അതൊന്നും. യൂറിനറി ഇൻഫെക്ഷനുള്ളവർക്ക് ചില ഇലകൾ കഴിക്കരുതെന്ന് പറയും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് ഇങ്ങനത്തെ സാധനങ്ങൾ, പ്രത്യേകിച്ച് ആരുണ്ടാക്കുന്നതല്ല ഏത് റെസിപ്പി ആണെങ്കിലും നമുക്ക് നമ്മുടെ ശരീരത്തിന് പറ്റാത്ത കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോൾ തുടങ്ങിയതാണ്, ഇങ്ങനത്തെ ശരീരത്തിന് പറ്റാത്ത സാധനങ്ങൾ എന്നുള്ളത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, പണ്ട് കാലങ്ങളിൽ എല്ലാം കഴിച്ചിരുന്നു. ഇന്ന് നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ വാട്സാപ്പിലൊക്കെ വരുന്ന സാധനങ്ങൾ ഇത് നല്ലതാണല്ലോ വെച്ചാൽ അത് കഴിക്കും. പക്ഷേ അതിൻ്റെ മുമ്പ് കഴിക്കേണ്ട വേറൊരു സാധനം ഉണ്ടാവും ആ കാലഘട്ടത്തിൻ്റെ. അതായത് ഇപ്പോൾ നമ്മൾ ധാരാളം ചേമ്പ് ഉണ്ടാവുന്ന കാലത്താണെങ്കിൽ ചേമ്പിൻ്റെ മുമ്പ് കഴിക്കുന്ന വേറെ എന്തെങ്കിലും ഒരു പച്ചക്കറി ഉണ്ടാവും. അത് കഴിക്കാതെ ചേമ്പ് നല്ലതാണെന്ന് വിചാരിച്ച് നമ്മൾ ചേമ്പ് കഴിക്കുക. അപ്പോഴാണ് ഇതൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ഓക്കെ, കുറേ ഇന്ന് വർത്തമാനം പറയുന്നു. ഇനി ഞാൻ ഇതൊന്ന് വറുക്കട്ടെ കേട്ടോ. കട്ടിയുള്ള ഉള്ളി വെക്കുകയാണ് നല്ലത്. കരുവേപ്പില കഴുകിയതാണ് കേട്ടോ. ഞാൻ ഇന്നലെ കൊണ്ടുവന്നതാണത്. കഴുകി രാത്രി വാരാൻ വെച്ചു. വീട്ടിലത്തെ ആണെങ്കിലും കഴുകുന്നതാണ്. ഈ ചെറിയ പ്രാണികളൊക്കെ അതിൻ്റെ മുകളിൽ വരും.
ഒന്നങ്ങോട്ട് പാടുക, അത്രയേ ഉള്ളൂ. വെച്ചാൽ പൊടിയണം കൈ കൊണ്ട് ഇങ്ങനെ, എന്നൊക്കെ ഒന്നങ്ങോട്ട് പാടുക പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ അതിങ്ങനെ പൊടിയും, അങ്ങനെ ആവണേ. സുനാട്ട് എന്താ പ്രശ്നം ഉണ്ടാക്കണ്ട? എന്താണ്? ആ അപ്പോൾ സിന്ധു പാല് കൊടുത്തിട്ടില്ല. അതാണ് ഇവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട് പുറത്ത്. ഞാൻ പാല് കൊടുത്തതാണ്. നമ്മുടെ കരുവേപ്പിൻ്റെ വറുത്ത് റെഡിയായിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ തൊട്ടാൽ കണ്ടോ ഈ ഒരു പാകം അങ്ങനെ പൊടിയണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ കുറേ എൻ്റെ വക കുറേ ഇൻഗ്രീഡിയൻസ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പിസ്ത, പംകിൻ സീഡ്, ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, പിന്നെ എള്ള്, അങ്ങനെയൊക്കെ. എന്തൊക്കെയാ വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക നല്ല സാധനങ്ങളൊക്കെ കൂട്ടാം. അതിൽ ബദാം കൂട്ടാം, കാഷ്യൂനട്ട് പറ്റുന്നവർക്ക് കാഷ്യൂനട്ട് കൂട്ടാം. പക്ഷേ കരുവേപ്പില മസ്റ്റാണ്. കരുവേപ്പിലയാണ് അതിൻ്റെ മെയിൻ താരം. പക്ഷേ ശരിക്കും കറിവേപ്പില പൊടിയുടെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു ട്രഡീഷണൽ പൊടി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഉഴുന്ന് ഒരു 2 സ്പൂൺ ഉഴുന്ന്, ജീരകം, കുരുമുളക്, അതും കറിവേപ്പിലയിട്ട് പൊടിച്ചിട്ട് വറുത്ത് പൊടിച്ച് വയ്ക്കും. അത് ചോറിലേക്ക്, നെയ്യിട്ട് ചോറിലേക്ക് നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ചോറിലേക്ക് കൂട്ടി ഉണ്ണാൻ പറ്റില്ല. നമ്മൾ സാലഡിൽ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ തൈര് കഴിക്കുന്നവരാണെങ്കിൽ അതിൽ ഇട്ടിട്ട് കഴിക്കാം. വെറുതെ വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാം, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് എടുത്തിട്ട് ദിവസേന ഒരു സ്പൂൺ എടുത്ത് കഴിച്ചാൽ അതും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ എള്ള് വറുത്തതല്ല, ഇതൊന്നും വറുത്തതല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വറുക്കട്ടെ കേട്ടോ. ഇതൊക്കെ വേറെ വേറെ കേട്ടോ വറുക്കണേ. എള്ളിൻ്റെ മൂപ്പ് ഇങ്ങനെയാണ് കേട്ടോ. കടുക് പൊട്ടണ പോലെ എള്ളിങ്ങനെ പൊട്ടും. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇതിൽ റെഡിയായി. ഇത് പൊടിക്കുക, കഴിക്കുക, ഇത്രയേ ഉള്ളൂ. വേറെ പണിയൊന്നുമില്ല. എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്, ടീച്ചർ സാരി എവിടെ നടക്കണേ, ബ്ലൗസ് എവിടെ തയ്ക്കൽ എന്നൊക്കെ കേട്ടോ. ബ്ലൗസ് പൂർണിമാസത്തിലാണ്, അപ്പോൾ കുറേ കൊല്ലങ്ങളായിട്ട് തയ്ക്കൽ. ചിലർ ആരൊക്കെയോ ഇടയിൽ ചിലർ കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞിരുന്നു. എനിക്കൊരു കംപ്ലൈൻറ്റ് ഇതേവരെ ഉണ്ടായിട്ടില്ല. പിന്നെ സാരി എടുക്കൽ എനിക്കിഷ്ടമുള്ളത് കണ്ടാൽ വലിയ വിലയൊന്നും ഇല്ലാത്താണെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആണെങ്കിൽ സാരി എടുക്കാറുണ്ട്. അത് ഇന്ന പൊട്ടിക്കുന്നതൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് കുറേ പരിചയമുള്ളവരുടെ കടകളുണ്ട്, അപ്പോൾ അതെടുക്കും. ഇപ്പോൾ ഇന്ന് കൊടുത്ത ഈ സാരി മോച്ചമിയുടെ സാരിയാണ്. മോച്ചമി ദ വോവിൻഡ് കളക്ഷൻസിലെ സാരിയാണ്. അതിന് തോന്നുന്നില്ല പേര്. എന്തായാലും ഇതൊക്കെ നല്ല സുഖമുള്ള അടിപൊളി കോട്ടൺ സാരി. എനിക്ക് പൊതുവേ അങ്ങനത്തെ ഇഷ്ടം. ഏറ്റവും സിമ്പിളായിട്ടുള്ള നല്ല കോട്ടൺ സാരി. പക്ഷേ പട്ട് സാരി ഉടുക്കില്ല കേട്ടോ. ചിലപ്പോൾ പട്ട് സാരി ഉടുക്കും. എന്തായി എല്ലാവരും ഓണമൊക്കെ ഇതുവരെ എത്തി. ഓണം ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞോ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാരികളും ഒക്കെ മോച്ചമിയിലോ എവിടേക്ക് വെച്ചാൽ കയറി നോക്കിയിട്ട് ഗാത്രയിലോ കുറേ എണ്ണം ഏതൊക്കെ കുറേ ബുട്ടീക്കുകളുണ്ട് കേട്ടോ. ഞാൻ പരസ്യം ചെയ്യലില്ലേ കുറേ എണ്ണം. അതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഇഷ്ടമുള്ള വെച്ചാൽ ഇഷ്ടമുള്ള സാരികൾ എൻ്റെ കെയർ ഓഫ് പറഞ്ഞെടുത്തോളൂ കേട്ടോ. ഓണപ്പൊടിയൊക്കെ. അപ്പോൾ ശരി, പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇങ്ങനെ തന്നെ പൊടിച്ചിട്ട് ഞാനിപ്പോൾ ഇതിൽ ഉപ്പും ഒന്നും ചേർക്കണില്ല. വെറുതെ അത് പൊടിക്കുകയാണ്. സ്വീറ്റാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ചിലപ്പോൾ ഒരു ലേശം സ്വീറ്റ് ഇട്ട് അവർക്ക് ഇഷ്ടമുണ്ടാവും. അപ്പോൾ അങ്ങനെ കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കറിവേപ്പിലയും ജീരകവും കുരുമുളകും ഉഴുന്നും അങ്ങനെ മാത്രം പൊടിക്കുന്ന കറിവേപ്പില പൊടി ഉണ്ട്. പാലക്കാട്ട് അമ്മയൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കി തരാല്ലേ. അമ്മയാണ് ഇപ്പോൾ അടുത്ത് എനിക്ക് കറിവേപ്പില പൊടി ഉണ്ടാക്കി തന്നെ. അത് എൻ്റെ ഫ്രണ്ട് സുനിക്ക് കൊടുത്തേച്ചു. അങ്ങനെ കുറേ അവൾക്ക് ഹീമോഗ്ലോബിൻ കുറവാണ് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെന്താ വെച്ചാൽ നമുക്ക് തൈര് ചോറിൽ നല്ല ടേസ്റ്റാണ്. നെയ്യ് കൂട്ടിയ ചോറിൽ നല്ല സ്വാദാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ബൈ ബൈ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.